നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇറ്റലിയിലാണ്. കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിയിട്ട് ഒരു യാത്ര പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇറ്റലിയിലെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക്. ആ യാത്രയുടെ അവസാനത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. കാരണം ആ ഒരു യാത്രയിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഞങ്ങൾ വഴിയൊക്കെ തെറ്റി പല സ്ഥലത്തെത്തി. ഒരു ഇറ്റാലിയൻകാരൻ്റെ ടാക്സിയൊക്കെ വിളിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ഥലം ഒന്നും അറിയാത്തതുകൊണ്ട് അദ്ദേഹം കുറേ ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കുറേ പൈസ കൊടുക്കേണ്ടി വന്നു അധികമായിട്ട്. അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ആ എപ്പിസോഡിൽ മുഴുവനായിട്ട് കാണിച്ചിട്ടില്ല. ഈ എപ്പിസോഡിലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇവിടെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഓണം എന്ന് പറയുന്നത് മലയാളികൾക്ക് അത്രയും സന്തോഷം തരുന്ന ഒരു ആഘോഷമാണല്ലോ. ഇവിടെ എല്ലാ വർഷവും ഓണത്തിന് ഇതുപോലെ ഈ മലയാളികളെല്ലാവരും ഒത്തുകൂടും. നല്ലൊരു കൂട്ടായ്മയാണ്. ഏകദേശം 600-700 പേരൊക്കെ വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ. എല്ലാവരും ഈ ഒരു ഓണ ദിവസം അല്ലെങ്കിൽ ഓണം പരിപാടിയൊക്കെ ആഘോഷത്തിൻ്റെ ദിവസങ്ങളൊക്കെ ഒത്തുചേരുന്നു. അവർ പഴയ സുഹൃത്തുക്കളെ കാണുന്നു, പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു. അങ്ങനെ നല്ല സന്തോഷകരമായ രസമാണ്. എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുകയാണ് ഓണം. പ്രത്യേകിച്ച് നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ നാടിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടുന്ന ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോഴാണ്. നമ്മളെ മലയാളികളൊക്കെ കാണുമ്പോൾ നമ്മൾ നാട്ടിലെത്തിയ ഒരു ചെറിയ ഫീലിങ്ങളും ഇവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഈ ഒരു പ്രോഗ്രാം സമയത്ത് എല്ലാവരും ഓടിയെത്തും. സാധാരണ ഞായറാഴ്ചകളിൽ തന്നെയാണ് പ്രോഗ്രാം വെക്കാറുള്ളത്. കാരണം എല്ലാവരും പല സ്ഥലത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എത്തേണ്ട ഒരു ലീവൊക്കെ കിട്ടേണ്ട പ്രശ്നങ്ങളുണ്ട്. ഇത്തവണത്തെ ഓണം ഞായറാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച തന്നെയാണ് പ്രോഗ്രാമൊക്കെ നടത്തിയത്. പിന്നെ ഇവരുടെ കൂടെ കുറേ ഇറ്റാലിയൻസും ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കാരണം മലയാളികൾക്ക് ഒരുപാട് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് പല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഇറ്റാലിയൻകാരും നമ്മളുടെ കൂടെ ഓണത്തിന് പങ്കെടുക്കുന്നുണ്ട്. അത് നമ്മളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർക്ക് ഈ ഓണത്തിനെ പറ്റിയോ അല്ല നമ്മുടെ ഫെസ്റ്റിവലിനെ പറ്റിയോ ഒന്നും അറിയില്ല. സദ്യ എന്താണെന്ന് അറിയില്ല, നമ്മളെ ഫുഡ് അറിയില്ല. ഇവരൊക്കെ കഴിക്കുന്നത് നമ്മൾ സ്പൂണും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന രീതികളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ നമ്മളെ സദ്യ അവർ ടേസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ രസകരമായ കുറേ കാഴ്ചകളുണ്ട് ഈ ഓണത്തിൻ്റെ പരിപാടിക്കൊക്കെ. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്, മുതിർന്ന ആൾക്കാർ. നല്ലൊരു വൈബാണ് ഇവിടെ. കാരണം നാടിൻ്റെ എന്താ പറയുക, അതേ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ ഒരുക്കുമ്പോൾ അത് ഒരു പ്രത്യേകത, ഒരു എന്താ പറയുക, അത്രയും നമുക്ക് ഫീൽ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇവിടെയുള്ള മലയാളികളൊക്കെ എന്താ പറയുക, അത്രയും സന്തോഷത്തിലൊന്നുമല്ല ഇവിടെ ആഘോഷിക്കുന്നത്. കാരണം നമ്മൾ വീടും വിട്ട് കുടുംബത്തെയൊക്കെ വിട്ട് വേറൊരു രാജ്യത്ത് വന്നിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു ഇതൊന്നും കിട്ടില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് മാക്സിമം പറ്റാവുന്ന രീതിയിലേക്ക് നമ്മൾ ആഘോഷിക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഓണപരിപാടികളുടെയൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ഡാൻസും പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. വൈകാതെ തന്നെ കൂടുതൽ ഇറ്റാലിയൻ വീഡിയോസൊക്കെ വരുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നേരെയാണ്. താങ്ക് യു.